Welcome back to Civil Tech. BTech 2019 scheme S5 semester, 2024 scheme S3 semester, Structural Analysis 1-ലെ Methods of Joint, Module 1-ലെ Methods of Joint ആണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ ഈ മെത്തേഡ്സ് ഓഫ് ജോയിൻ്റ് എന്ന് പറയുന്നത് ട്രസ് അനാലിസിസിൽ യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡാണ്. നമ്മുടെ ട്രസ്സിനെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യാറുണ്ട്. മെത്തേഡ്സ് ഓഫ് ജോയിൻറ്റും യൂസ് ചെയ്യാറുണ്ട്, മെത്തേഡ്സ് ഓഫ് സെക്ഷൻസും യൂസ് ചെയ്യാറുണ്ട്. രണ്ടും അറിഞ്ഞിരിക്കണം. ഇതിൽ ട്രസ് അനാലിസിസ് നോക്കുമ്പോൾ ആദ്യം ട്രസ് എന്താണെന്ന് അറിയണം, അതുപോലെ തന്നെ അതിൽ അസംഷൻസ് ഉണ്ട്, അസംഷൻസ് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ഈ ട്രസ് എന്ന് പറയുന്നത് ഒരു സ്ട്രക്ചറൽ എലമെൻ്റ് ആണ്. അതുപോലെ തന്നെ ഡിഫറെൻറ്റ് മെമ്പേഴ്സ് അതിൻ്റെ ജോയിൻസിൽ കണക്ട് ചെയ്ത് എൻഡ് പോർഷൻസിൽ കണക്ട് ചെയ്ത് ഫോം ചെയ്യുന്ന ഒരു സ്ട്രക്ചറൽ എലമെൻറ്റിനെയാണ് നമ്മൾ ട്രസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ അസംഷൻസ് എന്ന് പറയുമ്പോൾ എല്ലാ മെമ്പേഴ്സും കണക്ട് ചെയ്തിരിക്കുന്നത് എൻഡ് പോയിൻറ്റിലായിരിക്കണം. ആ എൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഫ്രിക്ഷൻലെസ് ജോയിൻ്റ് ആയിരിക്കണം. അതുപോലെ തന്നെ എപ്പോഴും ലോഡ് ആക്ട് ചെയ്യുന്നത് ജോയിൻസിലായിരിക്കും, അല്ലാതെ മെമ്പേഴ്സിൽ ലോഡ് ആക്ട് ചെയ്യാറില്ല. സെൽഫ് വെയിറ്റ് നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കണം എടുക്കേണ്ടത് മെമ്പറിൻ്റെ. അതുപോലെ തന്നെ ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രസീവ് നേച്ചേഴ്സ് ആയിരിക്കും മെമ്പറിൽ ഉണ്ടാകുന്ന ഫോഴ്സസ്. ഇത്രയും കാര്യങ്ങളാണ് അസംഷനിൽ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത്. അസംഷൻസ് ഞാൻ ഒന്നുകൂടെ പറയാം. ഓൾ മെമ്പേഴ്സ് ആർ കണക്റ്റഡ് അറ്റ് ദെയർ എൻഡ്സ് ഓൺലി. Second one, all members are connected by frictionless joints. Third, members are loaded only at the joint. Then self-weight of members are neglected. The member forces are either tensile or compressive. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു അനാലിസിസിന് വേണ്ടിയിട്ട് നമ്മൾ രണ്ട് മെത്തേഡ്സ് യൂസ് ചെയ്യും. ഒന്ന് മെത്തേഡ് ഓഫ് ജോയിൻറ്റും ഒന്ന് മെത്തേഡ്സ് ഓഫ് സെക്ഷനും. അപ്പോൾ അത് നമ്മൾ ആദ്യത്തെ പ്രോബ്ലത്തിലോട്ട് പോകാം. ഇതാണ് നമ്മുടെ ഫസ്റ്റ് പ്രോബ്ലം എന്ന് പറയുന്നത്. ഒരു ട്രസ് തന്നിട്ടുണ്ട്, അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഉണ്ട്, ലോഡ് തന്നിട്ടുണ്ട്, അതിൻ്റെ ആംഗിൾ തന്നിട്ടുണ്ട്, ഡിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ അനാലിസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. അതിൽ എടുത്ത് പറഞ്ഞിട്ടുണ്ട് കണ്ടുപിടിക്കേണ്ടത് നമ്മൾ മെമ്പർ ഫോഴ്സസ് ആണ്. കണ്ടുപിടിക്കേണ്ടത് മെമ്പർ ഫോഴ്സസ് ആണ്. അപ്പോൾ ഈ തന്നിരിക്കുന്നത് ഒരു സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ട്രസ്സാണ്. ഓക്കെ, സിംപ്ലി സപ്പോർട്ടഡ് ആയിട്ടുള്ള ട്രസ്സാണ്. അപ്പോൾ സിംപ്ലി സപ്പോർട്ടഡ് ട്രസ് എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ തുടങ്ങേണ്ട റിയാക്ഷൻ ഫോഴ്സ് കണ്ടുപിടിക്കാം. റിയാക്ഷൻ ഫോഴ്സ് എന്ന് വെച്ചാൽ RAയും RBയും. ഇനി കാൻഡിലിവർ ആയിട്ടൊരു ട്രസ് വന്നാൽ ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്, ഈ ഒരു രീതിയിലായിരിക്കും അത് തരുന്നത്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു എൻഡ് എന്തായാലും ഫിക്സഡ് ആയിട്ട് വെച്ചിട്ടായിരിക്കും തരുന്നത്. അതാണ് കാൻഡിലിവറിൻ്റെ പ്രത്യേകത. കാൻഡിലിവർ കുറച്ചുകൂടി എളുപ്പമാണ്, കാരണം റിയാക്ഷൻ ഫോഴ്സ് കണ്ടുപിടിക്കേണ്ടതില്ല. ഡയറക്റ്റ് നമുക്ക് ജോയിൻറ്റിൽ ലോഡ്സും മെമ്പേഴ്സിൻ്റെയൊക്കെ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പക്ഷേ ഇവിടെ റിയാക്ഷൻ ഫോഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം മാത്രമേ നമ്മൾ ജോയിൻറ്റിൽ മെമ്പേഴ്സ് കണ്ടുപിടിക്കാനായിട്ട് പറ്റത്തുള്ളൂ. സോ നമുക്ക് പ്രോബ്ലത്തിലോട്ട് പോവാം. ഫസ്റ്റ് ഓഫ് ഓൾ റിയാക്ഷൻ ഫോഴ്സ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ റിയാക്ഷൻ ഫോഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, എയിലുള്ളത് RAയും ബിയിലുള്ളത് RBയുമാണ്. ഓക്കെ, ഇത് ക്വസ്റ്റ്യനിലുള്ളതല്ല, നമ്മൾ ക്വസ്റ്റ്യനിൽ തന്നെ റിയാക്ഷന് മാർക്ക് ചെയ്തിരിക്കുന്നതാണ് RAയും RBയും. അതുപോലെ തന്നെ 4 മീറ്റർ എന്നേ തന്നിട്ടുള്ളൂ, അതിനെയാണ് ഈക്വലി ഡിവൈഡ് ചെയ്ത രീതിയിൽ ഞാൻ 2 മീറ്റർ ആയിട്ട് ആക്കിയിരിക്കുന്നത്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളതല്ല, 4 മീറ്റർ എന്ന് മാത്രമേ നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിരിക്കൂ. അതുപോലെ റിയാക്ഷൻ ഫോഴ്സ് നമ്മൾ എടുക്കേണ്ടതാണ്. ഇനി റിയാക്ഷൻ ഫോഴ്സ് കണ്ടുപിടിക്കാൻ ഓഫ് കോഴ്സ് നമ്മൾ മുന്നേ മോസിലൊക്കെ ചെയ്യുന്ന പോലെ തന്നെ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ സിഗ്മ V = 0, അതുപോലെ മൊമെൻറ്റ് = 0. നമ്മളിവിടെ ഹൊറിസോണ്ടൽ എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. അപ്പോൾ സിഗ്മ വെർട്ടിക്കൽ = 0, ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ആർ 0 എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ ഇതിലുള്ള വെർട്ടിക്കൽ ഫോഴ്സസ് നോക്കാമല്ലോ. ഫുൾ ട്രസ്സിൻ്റെ വെർട്ടിക്കൽ ഫോഴ്സസ് ആണ് പറയുന്നത്. ഏതൊക്കെയാണ്? ഫസ്റ്റ് ഓഫ് ഓൾ ഇത് രണ്ടും തന്നെയാണ് നമുക്ക് എടുക്കേണ്ടത്. RA + RB. ശ്രദ്ധിക്കുക, മുകളിലോട്ടാണ് ആക്ട് ചെയ്യുന്നത് ലോഡ്, അതുകൊണ്ട് തന്നെ പോസിറ്റീവ് സൈനായിട്ടാണ് എടുത്തേക്കുന്നത്. താഴോട്ട് ആക്ട് ചെയ്തേക്കുന്നത് ഞാൻ നെഗറ്റീവായിട്ടാണ് എടുത്തേക്കുന്നത്. -2 - 4 = 0. ഇത്രയല്ലേ നമുക്ക് വന്നിട്ടുള്ളൂ. അത് തന്നെയാണ് ഈ ഒരു സ്റ്റെപ്പിൽ കാണിച്ചിരിക്കുന്നത്. RA + RB -4 - 2 = 0. അപ്പോൾ നമുക്ക് RA + RB എന്ന് പറയുന്നത് ആ -4 - 2 കൂടെ സോൾവ് ചെയ്ത് ഈക്വൽ ടു സൈൻ അപ്പുറം കൊണ്ടുപോകുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 6 എന്നാണ് ആൻസർ കിട്ടുന്നത്. അപ്പോൾ RA + RB ആണ് എനിക്ക് 6 എന്ന് കിട്ടി. അപ്പോൾ അതെൻ്റെ ഫസ്റ്റ് ഇക്വേഷനായിട്ട് ഞാൻ എടുത്തു. അടുത്ത് ഞാൻ എടുക്കാൻ പോകുന്നത് മൊമെൻറ്റ് = 0 ആണ്. മൊമെൻ്റ് ആണ്.
ശ്രദ്ധിക്കുക, സിഗ്മ എം എക്ക് എബോട്ടായിട്ടാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ശ്രദ്ധിക്കുക, ഞാൻ മൊമെൻ്റ് എബോട്ട് എക്ക് എബോട്ടായിട്ടാണ് ഞാൻ മൊമെൻ്റ് എടുത്തിരിക്കുന്നത്. സോ അപ്പോൾ ആർ ബി ഇൻറ്റു ഇങ്ങനെ ഈ ഒരു രീതിയിലല്ലേ വരുന്നത്. അപ്പോൾ അതൊരു ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. അപ്പോൾ ആൻറ്റി ക്ലോക്ക് വൈസ് എല്ലാം ഞാൻ നെഗറ്റീവായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ ഇത് ഈ സൈൻ ചേഞ്ച് എന്ന് പറയുന്നത് നമ്മുടെ ഇഷ്ടത്തിന് എടുക്കാം. പക്ഷേ എടുക്കുന്ന സമയത്ത് ഒരു പ്രോബ്ലം തുടങ്ങുമ്പോൾ ഏത് രീതിയിലാണോ ഫോളോ അപ്പ് ചെയ്യുന്നത് അത് തന്നെ ആയിരിക്കണം അത് തീരുന്നവരെയും നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാനിപ്പോൾ എടുക്കുന്നത്, ഇപ്പോൾ വെർട്ടിക്കൽ ഫോഴ്സസ് എടുക്കുന്ന സമയത്ത് മുകളിലോട്ടുള്ള എല്ലാം ഞാൻ പോസിറ്റീവായിട്ടും എടുത്തു, താഴോട്ട് ആക്ട് ചെയ്യുന്ന നെഗറ്റീവായിട്ട് എടുത്തു. അതുപോലെ മൊമെൻ്റ് എടുക്കുന്ന സമയത്ത് ആൻറ്റി ക്ലോക്ക് വൈസ് എല്ലാം ഞാൻ നെഗറ്റീവായിട്ടും ക്ലോക്ക് വൈസ് എല്ലാം പോസിറ്റീവായിട്ടാണ് എടുക്കുന്നത്. സോ അപ്പോൾ ആർ ബി ഇൻറ്റു ഇത്രയും ഡിസ്റ്റൻസ് ആണ് നമുക്ക് എടുക്കേണ്ടത്. അപ്പോൾ എത്രയാണ്? 4 + 4 8 ആണ് വരുന്നത്. അപ്പോൾ ആർ ബി ഇൻറ്റു 8 ഇത് എന്താണ്? ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് വരുന്നത്. സോ നെഗറ്റീവ് സൈനാണ്, മൈനസ് ആർ ബി ഇൻറ്റു 8 എന്നുള്ള ഫോമിലാണ് വരുന്നത്. മൈനസ് ആർ ബി ഇൻറ്റു 8. ദെൻ അടുത്ത് വരുന്നത് 4 ആണ്, ഈ ഒരു ഡിസ്റ്റൻസ്. അപ്പോൾ 4 ഓക്കെ. അപ്പം മൈനസ് ആർ ബി ഇൻറ്റു 8 ആണ് വരുന്നത്. അതുപോലെ ഞാൻ 4 ഇൻറ്റു എന്ന് പറയുമ്പം എനിക്ക് എത്ര ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്? ഇത് മുതൽ ഇതുവരെയുള്ള ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. അപ്പോൾ 4 + 2 ആണ് എടുക്കേണ്ടത്. എത്ര വരും? 6 വരും. അപ്പോൾ ഈ 4 ഇൻറ്റു 6. ഓക്കെ. വീണ്ടും 2 ഇൻറ്റു, അത് ക്ലോക്ക് വൈസ് ആണ്. ശ്രദ്ധിക്കുക, ക്ലോക്ക് വൈസ് ഞാൻ പോസിറ്റീവായിട്ടാണ് എടുത്തിരിക്കുന്നത്. 2 ഇൻറ്റു ഇവിടുത്തെ ഡിസ്റ്റൻസ് ആണ് എടുക്കേണ്ടത്. ഇവിടുത്തേതെന്ന് പറഞ്ഞാൽ 2 ആണ് വരുന്നത്. ഓക്കെ, 2 ഇൻറ്റു 2 കറക്റ്റ് ഈ ഒരു രീതിയിലായിരിക്കും വരുന്നത്. ഇത്രയും ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 2 മീറ്ററാണ്. അപ്പോൾ 2 ഇൻറ്റു 2 ഈ ഒരു രീതിയിലാണ് നമുക്ക് പ്രോബ്ലം കിട്ടിയിരിക്കുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക, ആൻറ്റി ക്ലോക്ക് വൈസ് മൈനസ് ആർ ബി ഇൻറ്റു 8, ദെൻ +4 എന്ന് പറയുന്നത് ക്ലോക്ക് വൈസ് ആണ്. അതുപോലെ +2 എന്ന് പറയുന്നതും ക്ലോക്ക് വൈസ് ആണ് വരുന്നത്. അപ്പോൾ ആർ ബി ഇൻറ്റു 8 = 28 എന്ന് എനിക്ക് കിട്ടും. അതിൽ നിന്ന് എനിക്ക് ആർ ബിയുടെ വാല്യൂ ഈസി ആയിട്ട് കിട്ടാവുന്നതേ ഉള്ളൂ. അതുപോലെ ഇതിൽ സൈനിന് ഡൗട്ടൊന്നും ഇല്ലല്ലോ, കാരണം ഈ മൈനസ് ഈക്വൽ ടു സൈനപ്പുറം പോകുമ്പോഴത്തേക്കും പ്ലസ് ആയിട്ട് മാറും. ഇനി എന്ത് ചെയ്യും? നമുക്ക് ആർ ബിയുടെ വാല്യൂ കിട്ടി. ഫസ്റ്റത്തെ ഇക്വേഷനിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക ആർ ബിയുടെ വാല്യൂ. നമുക്കപ്പോൾ ആറയുടെ വാല്യൂ 2.5 kN എന്നാണ് കിട്ടുന്നത്. സോ ആർ ബി നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഇനി ഡയറക്റ്റ് നമുക്ക് മെമ്പേഴ്സ് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റും. സോ ഇതിൽ തന്നെ ഫസ്റ്റ് ഞാൻ എടുക്കുന്ന ജോയിൻ്റ് എന്ന് പറയുന്നത് എ ആണ്. എ ജോയിൻ്റ് ഫിഗറിൽ നോക്കിക്കേ, ഇതാണ് എ. എയിൽ റിയാക്ഷൻ ഫോഴ്സ് ആക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ എഫ് എ ഡി, നമ്മൾ ഫോഴ്സ് ആ ഒരു മെമ്പർ അതിൻ്റെ ഈ നെയിമാണ് എഫ് എ ഡി എന്ന് കൊടുത്തിരിക്കുന്നത്. ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് എഫ് എ സി, ഇത്രയല്ലേ ജോയിൻ്റ് എയിലുള്ളൂ. സോ ഇതേ സാധനം, പിന്നെ ഒരു ആംഗിൾ കൂടെ തന്നിട്ടുണ്ട്, ഇതേ സാധനം ഞാൻ വരയ്ക്കുകയാണ്. സോ നമുക്കിങ്ങനെ കിട്ടി, കൺസിഡർ ജോയിൻ്റ് എ. ഈ ഒരു രീതിയിലാണ് നമുക്കിപ്പോൾ കിട്ടിയത്. സെയിം ആ ഒരു എയിൽ എന്തൊക്കെയുണ്ടോ അതെല്ലാം ഞാൻ വരച്ചു. ജസ്റ്റ് ഒന്ന് ഈ സൈനും കോസും ഒക്കെ എടുക്കുന്ന സമയത്ത് മാറിപ്പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെർട്ടിക്കൽ ആക്സിസൂടെ പ്ലോട്ട് ചെയ്യുവാണ്. ഇത് എൻ്റെ ഹൊറിസോണ്ടൽ ആക്സിസ്. സോ ഇനി നമുക്ക് ആദ്യം എന്തെടുക്കാം? വെർട്ടിക്കൽ ഫോഴ്സസ് = 0 അതെടുക്കാം. ഓൾ വെർട്ടിക്കൽ ഫോഴ്സസ് ആർ 0. അപ്പോൾ നോക്കിക്കേ, വെർട്ടിക്കൽ ഫോഴ്സസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് 2 ഫോഴ്സസ് ആണുള്ളത്. ഒന്ന് ഇൻക്ലൈൻഡ് ആയിട്ട് വന്നിരിക്കുന്ന എഫ് എ ഡിയും, ഒന്ന് ഈ പറയുന്ന 2.5 kN. അപ്പോൾ 2.5 kN എന്ന് പറയുന്നത് പോസിറ്റീവാണ്, കാരണം മേളിലോട്ട് പോകുന്നതാണ്. എഫ് എ ഡിയും മേളിലോട്ട് തന്നെയാണ് സൈൻ കിടക്കുന്നത്. സോ അത് പോസിറ്റീവാണ്. എഫ് എ ഡി. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഈ എഫ് എ ഡി എന്ന് പറയുന്നത് സൈൻ ആണോ കോസ് ആണോ നോക്കണം. ആക്സിസ് ഇവിടെയാണ് വരുന്നത്. അപ്പോൾ ആക്സിസ് ഇവിടെ, ആക്സിസിൻ്റെ തൊട്ടടുത്തല്ല ആംഗിൾ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്താണ് വരുന്നത്? sin 60 ആണ് വരുന്നത്. ആക്സിസിൻ്റെ അടുത്താണ് ആംഗിൾ എങ്കിൽ നമ്മൾ കോസ് എടുത്തേനെ. ആക്സിസിൻ്റെ അടുത്ത ആംഗിൾ ഇല്ല എങ്കിൽ അതിന് നമുക്ക് സൈനായിട്ട് എടുക്കാം. അപ്പോൾ ഇവിടെ ഹൊറിസോണ്ടൽ ആക്സിസ് എടുക്കുന്ന സമയത്ത് ഇത് ഹൊറിസോണ്ടൽ ആക്സിസ് ആണ്. ഹൊറിസോണ്ടൽ ആക്സിസിൻ്റെ അടുത്താണ് 60 ഡിഗ്രി കിടക്കുന്നത്. അപ്പോൾ നമുക്ക് cos 60 ഹൊറിസോണ്ടൽ എടുക്കുന്ന സമയത്ത് എടുക്കാം. ഇനി ഇതിനെ നിങ്ങൾ നോക്കുന്ന സമയത്ത് അടുത്തൊരു ഡൗട്ട് വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്, ഇതെങ്ങനെയാണ് ഇതിൽ സൈൻ എടുത്തിരിക്കുന്നതെന്ന്. ഇപ്പോൾ ഇത് ഞാൻ ടെൻഷൻ ബേസ് ചെയ്തിട്ടാണ് സൈൻ എടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ആ ഒരു പോയിന്റ്, ഞാൻ എടുത്തിരിക്കുന്ന പോയിന്റിൽ നിന്ന് എവേ ആയിട്ടാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്. അപ്പം നിങ്ങൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ്, നമ്മൾ അസ്യൂം ചെയ്തെടുക്കുന്നതാണ് ടെൻഷനാണോ കംപ്രഷനാണോ. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് ടെൻഷനാണ്. ഞാനിപ്പോൾ എല്ലാ കേസിലും ടെൻഷനാണ് എടുത്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓക്കെ, ഇത് ചെയ്യുന്ന സമയത്ത് എനിക്കിവിടെ അൺനോൺ ആയിട്ട് എഫ് എ ഡിയേ ഉള്ളൂ. അപ്പോൾ എനിക്ക് എങ്ങനെ കിട്ടും? എഫ് എ ഡി ആണ് ഈ ഇതിൽ നിന്ന് എനിക്ക് കിട്ടുന്നത്. എഫ് എ ഡി sin 60 + 2.5. അതിൽ നിന്ന് എഫ് എ ഡി sin 60 = +2.5 ഈക്വൽ ടു സൈൻ അപ്പുറം പോകുമ്പോൾ -2.5. ദെൻ അതേ ഡിവൈഡ് ബൈ sin 60 ചെയ്യുമ്പോൾ എനിക്ക് എഫ് എ ഡിയുടെ വാല്യൂ കിട്ടി. മൈനസ് ആണ്, അതുകൊണ്ട് തന്നെ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യണം കംപ്രഷനാണ്, മാർക്കുണ്ട് അതിന്. ഓക്കെ,
കാരണം സ്പെസിഫൈ ചെയ്ത് നമുക്ക് സ്കീമിൽ പറഞ്ഞിട്ടുണ്ട് ഈ എഴുതുന്ന ആ നേച്ചറിന് എന്ന് വെച്ചാൽ നേച്ചർ ഫോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് നേച്ചർ ഓഫ് ഫോഴ്സസ് എന്ന് ഉദ്ദേശിക്കുന്നത് ടെൻസൈൽ അല്ലെങ്കിൽ കംപ്രസീവ് ആണോ എന്ന് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്ത് എഴുതേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇതിനും നമ്മുടെ FADക്ക് മാർക്കുണ്ട്, ആ എഴുതുന്ന നേച്ചറിന് സെപ്പറേറ്റ് മാർക്കുണ്ട്. അപ്പോൾ അത് ക്ലിയർ കട്ടായിട്ട് രണ്ടും എഴുതാം. മൈനസ് വന്ന കംപ്രഷൻ, പ്ലസ് വന്ന ടെൻഷൻ. അടുത്ത് ഇതിൽ തന്നെ നമ്മൾ വെർട്ടിക്കൽ മാത്രമല്ലേ നോക്കിയുള്ളൂ, ഇനി ഹൊറിസോണ്ടൽ നോക്കണമല്ലോ. ശ്രദ്ധിക്കുക, നമ്മൾ ജോയിൻറ്റിലോട്ട് കയറുന്ന സമയത്ത് ഹൊറിസോണ്ടലും വെർട്ടിക്കലും മാത്രം നോക്കിയാൽ മതി. ഇനി ഹൊറിസോണ്ടൽ ഒന്ന് എടുത്താൽ ഹൊറിസോണ്ടൽ എടുക്കുമ്പോൾ ഡയറക്റ്റ് FAC എടുക്കുക. റൈറ്റ് സൈഡിലോട്ട് പോയിരിക്കുന്നതുകൊണ്ട് ഞാനത് പോസിറ്റീവായിട്ട് എടുത്തു. പ്ലസ് ഇൻക്ലൈൻഡ് ആയിട്ട് വരുന്നത് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു, എന്താണ് ആരോ പോയിരിക്കുന്നത് റൈറ്റ് സൈഡാണ്, സോ പോസിറ്റീവ്. അതുപോലെ തന്നെ ഇവിടെ വരുന്നത് എന്താണ്, cos 60 ആണെന്ന് ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ FAD cos 60 = 0. ഇത്രയും മാത്രമേ ഉള്ളൂ. ഹൊറിസോണ്ടൽ വേറെ ഒന്നുമില്ല. അപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് കിട്ടുന്നത് എന്താണ്, FAC ആണ് കിട്ടുന്നത്, സോ പോസിറ്റീവാണ്. അപ്പോൾ അത് ടെൻഷൻ. അപ്പോൾ ഞാൻ ജോയിൻ്റ് A എടുത്തു. അടുത്ത് ഞാൻ എടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജോയിൻ്റ് D ആണ്. അടുത്തെടുക്കാൻ ഉദ്ദേശിക്കുന്നത് ജോയിൻ്റ് D. അപ്പോൾ ജോയിൻ്റ് D എന്ന് പറയുമ്പോൾ ഇതാണ്. ജോയിൻ്റ് Dയിൽ ഈ പറയുന്ന FDA വരുന്നുണ്ട്, അതുപോലെ FDE വരുന്നുണ്ട്, FDC വരുന്നുണ്ട്, അതുപോലെ തന്നെ ഒരു ലോഡും ആക്ട് ചെയ്യുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് നമ്മളവിടെ എടുക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഞാൻ കൺസിഡർ ജോയിൻ്റ് D എടുത്തു. ഈ ജോയിൻ്റ് D എടുക്കുന്ന സമയത്ത് നമുക്ക് 60 യൂസ് ചെയ്തും ചെയ്യാം. അതുപോലെ തന്നെ ഞാൻ എടുക്കുന്നതെന്ന് വെച്ചാൽ ഇത് ഇത്രയും 60 ആണ്. അപ്പോൾ ഇതിനെ ഹാഫ് ആക്കി എടുത്തിട്ടാണ് ഞാൻ ചെയ്യുന്ന 30 ബേസ് ചെയ്തിട്ടുള്ളതാണ് ഞാനിപ്പോൾ പറയാൻ പോകുന്നത്. ജോയിൻ്റ് D എടുത്തു, അതിലെല്ലാം തന്നിരിക്കുന്ന എല്ലാം നമ്മൾ വരച്ചു. സിഗ്മ V എടുക്കുവാണ്. സിഗ്മ V എടുക്കുമ്പോൾ അറിയാലോ 2 kN ഉണ്ട്. താഴോട്ടേക്കാണ് മൈനസ് ആണ്. FDA ഓക്കെ, അത് ഞാൻ ഈ 30 റിലേറ്റ് ചെയ്താണ് ഇപ്പോൾ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. 60 അല്ല, 30 റിലേറ്റ് ചെയ്തിട്ടാണ്. സോ ഇവിടെ വെർട്ടിക്കൽ ആക്സിസിന് അടുത്ത് തന്നെയാണ് കിടക്കുന്നത്. അപ്പോൾ FDA താഴോട്ടേക്കാണ് മൈനസ്, അപ്പോൾ cos 30 ആണ് വരുന്നത്. FDCയും താഴോട്ടാണ്, അപ്പോൾ മൈനസ് FDC. ഇവിടെയും വെർട്ടിക്കൽ ആക്സിസിന് അടുത്തായിട്ട് തന്നെയാണ് 30 ഡിഗ്രി കിടക്കുന്നത്, അപ്പോൾ cos 30 ആണ് വരുന്നത്. സോ = 0. ഇതിൽ ശ്രദ്ധിക്കേണ്ടേ, നമ്മൾ ഓൾറെഡി എന്ത് കണ്ടുപിടിച്ചു, AD കണ്ടുപിടിച്ചു. അപ്പം AD എന്ന് പറയുമ്പോൾ DA രണ്ടും ഒന്നല്ലേ. സോ അതിൻ്റെ ആ ഒരു DAയുടെ വാല്യൂ ഞാനിവിടെ കൊടുക്കുന്നു. DA ആയാലും AD ആയാലും ഒന്ന് തന്നെയാണ്. ആ സൈനും ഒക്കെ അതുപോലെ കൊടുക്കുക. ഇതിൽ മിസ്റ്റേക്ക് വരാനുള്ള ചാൻസ്, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന സമയത്ത് ആ മൈനസ് കൺസിഡർ ചെയ്തില്ലെങ്കിൽ അവിടെ എന്തായാലും മിസ്റ്റേക്ക് വരും. അപ്പോൾ ഇതുപോലത്തെ മിസ്റ്റേക്സ് ആയിരിക്കും ഈ മെത്തേഡ്സ് ഓഫ് ജോയിൻസിൽ നമുക്ക് കൂടുതൽ വരാൻ ചാൻസ് ഉള്ളത്, സൈൻ ബേസ് ചെയ്ത്. അപ്പോൾ അതൊന്ന് ഫോക്കസ് ചെയ്യുക. ആ മൈനസ് കൂടെ ഞാൻ കൊടുത്തു. -2.886. മൈനസ് എനിക്ക് എന്തായിപ്പോവും, പ്ലസ് ആയിട്ട് പോകും. ഫൈനലി നമുക്കിവിടെ FDC കിട്ടും. FDC എന്ന് പറയുന്നത് പോസിറ്റീവായിട്ടാണ് കിട്ടുന്ന ടെൻഷനാണ്. ഇനി അതിൻ്റെ തന്നെ ഹൊറിസോണ്ടൽ എടുക്കാമല്ലോ. ഹൊറിസോണ്ടൽ എന്ന് പറയുമ്പോൾ അവിടെ കോസ് ആണ് വന്നതെങ്കിൽ ഹൊറിസോണ്ടലിൽ സൈൻ തീറ്റ ആയിരിക്കുമല്ലോ, സൈൻ ആയിരിക്കുമല്ലോ വരുന്നത്. സോ ഇവിടെ വരുമ്പോൾ എങ്ങനെയാണ്, FDA ലെഫ്റ്റ് സൈഡിലോട്ട് പോകുന്നു മൈനസ്, FDC റൈറ്റ് സൈഡിലോട്ട് പോകുന്നു പോസിറ്റീവ്. FDE ഓൾറെഡി പോസിറ്റീവ് തന്നെ, റൈറ്റ് സൈഡ് കറക്റ്റ് ഡയറക്റ്റ് തന്നെയാണ് പോകുന്നത്. സോ ഇത് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ നിന്ന് FDE കിട്ടും. ഓക്കെ, കാരണം FDC നമ്മളിപ്പോൾ കണ്ടുപിടിച്ചു, FDA നേരത്തെ AD കണ്ടുപിടിച്ചു, എൻ്റെ വാല്യൂ നമ്മൾക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ രണ്ടും കൂടെ വെച്ചിട്ടാണ് നമ്മൾ FDE കാൽക്കുലേറ്റ് ചെയ്തത്. സോ നമുക്ക് ആൻസർ മൈനസിലാണ് വരുന്നത്, -1.73125 kN. അപ്പോൾ അത് മൈനസ് ആയതുകൊണ്ട് തന്നെ കംപ്രഷനാണ്. അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ജോയിൻറ്റ് E ആണ്. അപ്പോൾ ജോയിൻറ്റിൽ Eയിൽ ഏതൊക്കെയാണ് വരുന്നതെന്ന് നോക്കാം. ജോയിൻ്റ് E എന്ന് പറയുമ്പോൾ ഈ ഒരു പോർഷനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് FEB വരുന്നുണ്ട്, 4 kN ഉണ്ട്, FED ഉണ്ട്, അതുപോലെ തന്നെ FEC ഉണ്ട്. ഇത്രയും കാര്യങ്ങളാണ് Eയിൽ വരുന്നത്. അപ്പോൾ നമുക്ക് E വരയ്ക്കാം. കൺസിഡർ ജോയിൻ്റ് E വരയ്ക്കുന്ന സമയത്ത് അവിടുത്തെ സിഗ്മ V നമ്മൾ എടുത്തു, -4 ആണ്. ദെൻ -4EB 30 ബേസ് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ FEB cos 30, കാരണം വെർട്ടിക്കൽ ആക്സിസിൻ്റെ അടുത്ത് തന്നെയാണ് ആംഗിൾ വന്നിരിക്കുന്നത്. ദെൻ -FEC cos 30 = 0. നമുക്ക് ഇവിടെ ഡയറക്റ്റ് ആൻസർ കിട്ടത്തില്ല, കാരണം FEB അറിയില്ല, FEC നമുക്കറിയില്ല. സോ അപ്പം ഫസ്റ്റ് ഇക്വേഷനായിട്ട് ഞാനൊരു ഇക്വേഷൻ്റെ ഫോമിലാണ് എനിക്കിവിടെ കിട്ടുന്നത്, -FEB -FEC. ഇതിൽ എന്തെങ്കിലും മനസ്സിലാവാതെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇട്ടിരുന്നാൽ മതി, എൻ്റെ എക്സ്പ്ലനേഷൻ തരാം.
അടുത്ത് അപ്പോൾ നമുക്ക് സിഗ്മ എച്ച് ഹൊറിസോണ്ടൽ എടുക്കുന്ന സമയത്ത് എങ്ങനെ വരും? നമ്മൾ ഓൾറെഡി പറഞ്ഞതല്ലേ, ഡയറക്റ്റ്ലി പറയാമല്ലോ. എഫ് ഇ ഡി പോസിറ്റീവ്, എഫ് ഇ ഡി എന്ന് പറയുന്നത് ലെഫ്റ്റ് സൈഡിലോട്ടാണ്, മൈനസ് ആണ്. ദെൻ മൈനസ് എഫ് ഇ സി പ്ലസ് എഫ് ഇ ബി സൈൻ 30. അപ്പോൾ ഇതും എങ്ങനെ വരും? രണ്ട് അൺനോണിനായിട്ട് വന്നിട്ട് ഒരു ഇക്വേഷനായിട്ട് വരും. അപ്പോൾ നമുക്ക് രണ്ട് ഇക്വേഷൻ കിട്ടിയില്ലേ? അപ്പോൾ ഇതിൽ ഒന്നേ പ്ലസ് ചെയ്യുക, ഇല്ലെങ്കിൽ മൈനസ് ചെയ്യുക, എങ്ങനെയായാലും നമുക്ക് ഈ രണ്ട് വേരിയബിൾസും കണ്ടുപിടിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന മാത്സിൽ വരുന്നതാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് എന്ത് കിട്ടും? എഫ് സി ബിയുടെയും അതുപോലെ തന്നെ എഫ് ഇ സിയുടെയും വാല്യൂ കിട്ടും. എഫ് ഇ ബിയുടെയും എഫ് ഇ സിയുടെയും വാല്യൂ നമുക്ക് കിട്ടി. അപ്പോൾ ഒറ്റ ഇതിൽ നിന്ന് തന്നെ രണ്ട് അൺനോണിൻ്റെ വാല്യൂ ആണ് നമുക്ക് കിട്ടിയേക്കുന്നത്. അപ്പോൾ കിട്ടിയിരിക്കുന്ന രണ്ടും മൈനസ് ആണ്. -0.579 മൈനസ് 4.0398 കിലോ ന്യൂട്ടൺ, രണ്ടും കംപ്രഷനാണ് വരുന്നത്. അടുത്ത് നമുക്ക് ജോയിൻറ്റ് ബി നോക്കാം. ഇതിൽ ജോയിൻറ്റ് ബി എടുക്കുമ്പോൾ എഫ് ബി ഇ അതുപോലെ തന്നെ എഫ് ബി സി പിന്നെയുള്ള ഇവിടുത്തെ റിയാക്ഷൻ ഫോഴ്സ് ഇത്രയല്ലേ നമുക്ക് ബിയിൽ വരുന്നുള്ളൂ. സോ ബി എടുക്കാം. നമ്മൾ ബി എടുക്കുന്ന സമയത്ത് ഡയറക്റ്റായിട്ട് നേരത്തെ കണ്ടുപിടിച്ചതിനെ തൊട്ട് മുന്നേ കണ്ടുപിടിച്ച സ്റ്റെപ്പിനേക്കാളും കുറച്ചുകൂടെ ഈസിയാണ്. കാരണം എഫ് ബി സൈൻ 60 പ്ലസ് 3.5 എന്ന് വെച്ചാൽ നമ്മൾ റിയാക്ഷൻ ആർ ബിയുടെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ടല്ലോ. സോ ഡയറക്റ്റ് നമുക്ക് എഫ് ബിയുടെ വാല്യൂ കിട്ടും. അതുപോലെ തന്നെ സിഗ്മ എച്ച് എടുക്കുക. സിഗ്മ എച്ച് എടുക്കുന്ന സമയത്ത് എഫ് ബി സി കിട്ടും. അതിൽ ബി എന്ന് പറയുന്ന നെഗറ്റീവ് കംപ്രഷനാണ് വന്നത്, എഫ് ബി സി ടെൻഷനാണ് വന്നത്. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം, നമ്മളിപ്പോൾ കണ്ടുപിടിച്ചില്ലേ ഓരോ പോയിൻറ്റ്സും, എ ബിയിലുള്ളത് കണ്ടുപിടിച്ചു, ബിയിലുള്ളത് കണ്ടുപിടിച്ചു, ഇതെല്ലാം ഇവിടെ പ്ലോട്ട് ചെയ്യണം. ഓക്കെ, മെമ്പർ എന്നുള്ള സ്ഥലത്ത് നമ്മൾ പ്ലോട്ട് ചെയ്യണം. ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഇത് ഫുള്ള് കാണിക്കുന്നില്ല, കാരണം ഇതിന് മാർക്കുണ്ട്, എടുത്ത് പറയുന്നുണ്ട്. ഇതിന് ഈ ഒരു രീതിയിൽ എഴുതിയില്ലെങ്കിൽ മാർക്ക് കുറയാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഇത് ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് വാല്യൂ ചെയ്യുന്നവർക്കൊക്കെ അറിയാൻ പറ്റും ഇത് ചെയ്തിരിക്കുന്നത് ശരിയാണ്. അപ്പോൾ മാക്സിമം ഇതിൽ ഇതുപോലെ എഴുതി ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കാരണം ഇത് അതുപോലെ തന്നെ സ്കീമിൽ പറഞ്ഞിട്ടുണ്ട്, ഈ രീതിയിൽ എഴുതിയാൽ കറക്റ്റ് മാർക്ക് പ്രൊവൈഡ് ചെയ്യണം. അപ്പോൾ ഇതിൽ ഞാനിപ്പോൾ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യം എടുത്തത് എന്താണ്? എഫ് എ സി. ഓക്കെ, അപ്പം എ സിന്ന് എഴുതിയാലും മതി. ഓക്കെ, എഫ് എ സി എന്ന് പറയുമ്പോൾ ഞാൻ എ സിന്ന് എഴുതിയാലും മതി, വേറെ പ്രശ്നമില്ല, എ സി. അപ്പോൾ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്രയാണ് എനിക്ക് വന്നത്? 7.361 ആണ്. അത് പ്ലസ് അല്ലേ വന്നേക്കുന്നത് നമുക്ക്, അതുകൊണ്ട് തന്നെ ടെൻഷൻ നാച്ചുറാണെന്ന് എഴുതുക. അതുപോലെ തന്നെ നമുക്ക് എ ഡിയുടെ വാല്യൂ, ഇത് ജസ്റ്റ് നിങ്ങളൊന്ന് ചെക്ക് ചെയ്തോളണേ. ഞാനിപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിളായിട്ട് പറയുന്നതേ ഉള്ളൂ. എ ഡിയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 14.722 കിലോ ന്യൂട്ടൺ ആണ്. പക്ഷേ അത് കംപ്രഷനാണ്, കാരണം നെഗറ്റീവാണ് വന്നേക്കുന്നത്. ഇതുപോലെ നമുക്ക് കിട്ടിയിരിക്കുന്ന ഓരോ മെമ്പേഴ്സും എഴുതുക. ഓക്കെ, അതിനുശേഷം പറ്റുവാണെങ്കിൽ ഈ തന്നിരിക്കുന്ന ഫിഗർ തന്നെ ഒന്ന് റിപ്പീറ്റ് ചെയ്ത് വരച്ചിട്ട്, നമ്മളിപ്പം പറഞ്ഞില്ലേ എടുത്തിരിക്കുന്നത് ഏത്, ഞാൻ ഈ എവേ എന്നുള്ള രീതിക്കാണ് എടുത്തിരിക്കുന്നത്. സോ അതുകൊണ്ട് നമ്മൾ എടുത്തിരിക്കുന്ന രീതിയിൽ തന്നെ ഈ ഒരു സൈൻ കൂടെ ഇട്ട് കാണിച്ച്, സൈൻ മീൻസ് ഈ ഒരു ആരോ ഇട്ട് സെറ്റ് ചെയ്ത് കാണിച്ചാൽ ഓക്കെ ആയിരിക്കും. നമ്മൾ എടുക്കുന്ന രീതി ഫോളോ അപ്പ് ചെയ്ത് വേണം നമ്മളിപ്പോൾ ചെയ്യേണ്ടത്. ഇത്രയും മാത്രമേ ഉള്ളൂ മെത്തേഡ്സ് ഓഫ് ജോയിൻറ്റ്. വളരെ ചെറിയ, നമ്മൾ ആ ഫസ്റ്റ് ബേസിക് ആയിട്ടുള്ള മെക്കാനിക്സിലുള്ള കുറച്ച് കാര്യങ്ങൾ അറിഞ്ഞിരുന്നാൽ ഈസി ആയിട്ട് ഈ ഒരു പ്രോബ്ലം നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഡൗട്ടുള്ളവർ ചോദിക്കുക.